ൂതഗണാതിസേവിതം കവിത്തജംബൂഹരസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. നമസ്തേ. ഇനി നമ്മൾ ആകെ 3 ശ്ലോകങ്ങളൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 1-ാമത്തെ അധ്യായം കഴിയും. അർജുനന്റെ ചോദ്യങ്ങളും അർജുനന്റെ വിഷാദങ്ങളും ഒക്കെ ഭഗവാന്റെ മുന്നിലേക്ക് അർജുനൻ സമർപ്പിക്കുകയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. 45-ാമത്തെ ശ്ലോകമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അഹോ ബദമഹത് പാപം, അഹോ ബദമഹത് പാപം കർത്തും വ്യവസിതാവയം, കർത്തും വ്യവസിതാവയം യദ്രാജ്യ സുഖലോഭേന, യദ്രാജ്യ സുഖലോഭേന ഹന്തും സ്വജനമുദ്യതാഃ, ഹന്തും സ്വജനമുദ്യതാഃ. അഹോ ബദമഹത് പാപം കർത്തും വ്യവസിതാവയം യദ്രാജ്യ സുഖലോഭേന ഹന്തും സ്വജനമുദ്യതാഃ. വാക്കുകളുടെ അർത്ഥം നോക്കാം. അഹോ ആശ്ചര്യത്തോട് പറയുന്നതാണ് അഹോ എന്ന്. ബദ മഹാകഷ്ടമാണ്. ബദ ബദ എന്ന് പറഞ്ഞാൽ മഹാകഷ്ടം. മഹത് പാപം മഹത്തായ വലുതായ മഹാപാപം. ഈ മഹാപാപത്തെ കർത്തും ചെയ്യുവാൻ, കർത്തും ചെയ്യുവാൻ വ്യവസിതാഹ നിശ്ചയിച്ചവരാകുന്നു. നമ്മളൊക്കെ ഈ വലിയ മഹാപാപത്തെ ചെയ്യാൻ ഇവരെയൊക്കെ കൊല്ലണം, എതിർ പക്ഷത്തുള്ളവരെയൊക്കെ കൊല്ലുക എന്ന് പറയുന്ന ആ മഹാപാപത്തെ ചെയ്യാനായിട്ട് നിശ്ചയിച്ചു വന്നിരിക്കുന്നവരാകുന്നു. ആരാണ്? വയം ഞങ്ങള് അതിനുവേണ്ടി ഒരുങ്ങി വന്നവരാണ്. യത് യത് മീൻ യാതൊരു കാരണത്താൽ. എന്തിനു വേണ്ടിയാണോ? യാതൊരു കാരണത്താലാണോ? രാജ്യസുഖലോഭേന, രാജ്യവും സുഖവും നേടാനുള്ള മോഹം കൊണ്ടാണ് അല്ലെ. അങ്ങനെയുള്ള യാതൊരു കാര്യത്തിനാണോ? ഏതൊരു കാര്യത്തിനാണ്? രാജ്യവും സുഖവും നേടാനുള്ള മോഹം കൊണ്ട്. ഹന്തും എന്തിനാ വന്നിരിക്കുന്നത്? ഹന്തും ഹനിക്കുന്നതിന്. ഹനിക്കുന്നതിന് ആരെയാണ് ഹനിക്കാൻ പോകുന്നത് നോക്കാം. സ്വജനം, സ്വജനം ബന്ധുജനങ്ങൾ, സ്വന്തം ജനങ്ങളെ, ബന്ധുജനങ്ങളെയാണ്. ഉദ്യതാഹ നമ്മളതിനെ ഒരുങ്ങുന്നവരാകുന്നുവോ? സ്വയം ചോദിക്കുകയാണ് അല്ലെ, കൃഷ്ണനോട് ചോദിക്കുകയാണ്. കൃഷ്ണ, ഞാന് ഈ സ്വന്തം ജനങ്ങളെ കൊല്ലാനായിട്ടാണല്ലോ ഇവിടെ വന്ന്, അതാണല്ലോ എന്നിലെ കർത്തവ്യം, അത് നിശ്ചയിച്ചാണല്ലോ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. നമുക്ക് അതെല്ലാം കൂടെ ഒന്നുകൂടെ നോക്കാം. അഹോ ബദമഹത് പാപം കർത്തും വ്യവസിതാവയം യദ്രാജ്യ സുഖലോഭേന ഹന്തും സ്വജനമുദ്യതാഃ. അഹോ കഷ്ടം, വലിയ പാപം ചെയ്യാൻ നാം ഒരുങ്ങിയിരിക്കുന്നു. രാജ്യലാഭത്തിലും സുഖത്തിലുമുള്ള അത്യാഗ്രഹം കൊണ്ട് സ്വജനങ്ങളെ കൊല്ലാൻ നാം ഒരുങ്ങിയല്ലോ. അർജുനൻ പറയുകയാണ്. അർജുനന്റെ ആ വിഷാദം, ആ സങ്കടം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തുകയാണ്. അർജുനൻ ഒരു വലിയ തിരിച്ചറിവുണ്ടാവുകയാണ്. യുദ്ധക്കളത്തിൽ നേർക്കുനേരെ വന്ന് നിൽക്കുകയാണ് അല്ലെ. കൗരവ സേനയിലുള്ളവരെ എല്ലാം ഒന്നൊന്നായിട്ട് കണ്ടു. എന്നിട്ട് ഓരോരോ സംശയങ്ങളും കൃഷ്ണനോട് ചോദിച്ചു. സങ്കടമായി ആ ഗാന്ധീവമെല്ലാം താത്തു വെച്ച് കൃഷ്ണന്റെ മുന്നിലേക്ക് കൈകൂപ്പി തൊഴുത് അടിയറവ് പറയുകയാണ്. അങ്ങനെ ഓരോ സംശയങ്ങളും കൃഷ്ണ ഇതിന്റെയൊക്കെ അവസാനത്തിലേക്ക് എത്തുകയാണ്. ആ സംശയങ്ങൾ മുഴുവനും കൃഷ്ണൻ ഒരു മറുപടിയും പറയാതെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ 1-ാം അധ്യായം. അർജുനന്റെ ആ വിഷാദം, ആ സങ്കടം മൊത്തം അർജുനൻ കൃഷ്ണന്റെ കാൽക്കലേക്ക് വെക്കുകയാണ് ഇവിടെ. അപ്പൊ അർജുനൻ ചോദിക്കുകയാണ്, അഹോ ബദ മഹത് പാപം, ഞാൻ വലിയ മഹാപാപത്തെ ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നു ഞങ്ങളെല്ലാവരും. കാരണം ചെറിയൊന്നുമില്ല, എല്ലാവരെയും യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അന്തിമമായ യുദ്ധമാണ്. ഒരാളെങ്കിലും അവശേഷിച്ചു കഴിഞ്ഞാൽ അവർ യുദ്ധം ചെയ്യും, അവരുടെ വിജയത്തിന് വേണ്ടി യുദ്ധം ചെയ്യും. അതുകൊണ്ട് എല്ലാവരെയും ഹനിക്കണം, എല്ലാവരെയും കൊന്നുവീഴ്ത്തിയാൽ മാത്രമേ വിജയം ഉറപ്പാകുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു വലിയ മഹാപാപമാണ് ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നത്. എല്ലാവരെയും കൊല്ലണം. എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്യാൻ ഒരുങ്ങി വന്നത്? അവർ പൗരവന്മാര് രാജ്യം തരത്തില്ലെന്ന് പറഞ്ഞു. രാജ്യത്തിലും രാജ്യലാഭത്തിലും സുഖത്തിലുമുള്ള അത്യാഗ്രഹം കൊണ്ടാണ്. രാജ്യം നേടണം. രാജ്യം നേടുന്നത് എന്തിനാണ്? സുഖത്തിനാണ്. അധികാരം നേടുന്നത് സുഖത്തിനും കൂടെയാണ്. അതെല്ലാം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ്. അതിലുള്ള അത്യാഗ്രഹം കൊണ്ടാണ്. നമ്മൾ ആരെയാണ് കൊല്ലുന്നത്? വേറെ ആരെങ്കിലും രാജ്യത്തെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരെയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് സ്വജനങ്ങളെയാണ്
കൊല്ലാനായിട്ട് ഒരുങ്ങി വന്നിരിക്കുന്നത്. സഹോദരങ്ങൾ തമ്മിലാണ് വഴക്കിവിടെ നടക്കാൻ പോകുന്നത്. അവരാണ് രാജ്യത്തിന് വേണ്ടി അടിപിടി കൂട്ടാൻ പോകുന്നത്. സ്വന്തം സഹോദരന്മാരുടെ പുത്രന്മാർ തമ്മിലാണ് ഇവിടെ വഴക്കിന് വന്നിരിക്കുന്നത്. ഇതെല്ലാം അർജുനന് ഒരു തിരിച്ചറിവായിട്ട് തോന്നിയിട്ട് അർജുനൻ കൃഷ്ണനോട് പറയാണ്. നമുക്കറിയാം അർജുനൻ പേടിച്ചിട്ടല്ല ഇതൊന്നും പറയുന്നത്. എന്താണ് അർജുനനുണ്ട്? പേടിയായിരുന്നെങ്കിൽ അർജുൻ ഈ കാണുന്ന സൈന്യങ്ങളെ എല്ലാം, ഈ വലിയ മഹാരഥന്മാരെ എല്ലാം ഒറ്റയ്ക്ക് തോൽപ്പിച്ചിട്ടുള്ള ആളാണ് അർജുനൻ. ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തു ഓടിച്ചിട്ടുള്ള ആളാണ് അർജുനൻ. അന്ന് അർജുനന്റെ ധൈര്യം എവിടുന്നുണ്ടായിരുന്നു? ഇവരെ ഒന്നും കൊല്ലേണ്ട ആവശ്യമില്ല, പരാജയപ്പെടുത്തി തിരിച്ചോടിച്ച മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ അതല്ലായിരുന്നു. ഇവരാരും പരാജയപ്പെട്ട് തിരിച്ചോടാൻ വന്നവരല്ല. ഇവരെല്ലാവരും യുദ്ധത്തിൽ ഒന്നുകിൽ മരിക്കുക അല്ലെങ്കിൽ ജയിക്കുക, രാജ്യം നേടുക. അത് ആ ഒരു ഇതിലേക്ക് വന്നിരിക്കുന്നതാണ്. അപ്പൊ ഇവരെല്ലാം കൊല്ലാനായിട്ട് റെഡിയായി വന്നതാണ്. ഇവരെല്ലാം കൊല്ലണമല്ലോ എന്നോർത്താണ് അർജുനൻ ഇത്രയും വിഷാദം ഉണ്ടായത്. അർജുനൻ അതാണ് കൃഷ്ണനോട് പറയുന്നത്. ഇവരെല്ലാം കൊല്ലാൻ ഒരുങ്ങിയാണല്ലോ വന്നിരിക്കുന്നത് എന്ന്. നമുക്കറിയാം നമ്മളും ഒക്കെ ഇങ്ങനെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും മറ്റുള്ളവരുടെ ആശ്രയത്തിൽ കഴിയുന്നു, പേരൻസിന്റെ ഒക്കെ ആശ്രയത്തിലാണ് കഴിയുന്നത്. അവരുടെ പൈസ കൊണ്ട് പഠിക്കുന്നു, എല്ലാത്തിനും അവരെ ആശ്രയിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ പഠനകാലമൊക്കെ കഴിഞ്ഞ് നമ്മൾ ജീവിതത്തിലേക്ക് കടക്കും, നമ്മുടെ സ്വന്തമായ ഒരു ജീവിതത്തിലേക്ക്, അല്ലെ? പഠനകാലത്ത് തന്നെ നമ്മൾ പല പ്രതിസന്ധികളെ നേരിടണം. നമുക്ക് ഇഷ്ടമില്ലാത്ത വിഷയങ്ങളും കൂടെ നമ്മൾ പഠിക്കണം. ഇഷ്ടമില്ലാത്തതും ഒക്കെ നമുക്കിപ്പോ ഈ 10ാം ക്ലാസ് വരെ നമുക്കൊന്നും പ്രത്യേകിച്ച് വിഷയങ്ങൾ എടുക്കാൻ പറ്റില്ല. നമുക്കെല്ലാം അവർ നിർദ്ദേശിക്കുന്ന എല്ലാ വിഷയങ്ങളും നമ്മൾ പഠിച്ചേ പറ്റൂ. അതെല്ലാം പഠിച്ച് ഒന്നാമതെത്തിയെങ്കിൽ മാത്രമേ നമ്മൾ ഫസ്റ്റ് പൊസിഷനിലേക്ക് വരത്തുള്ളൂ. ഇപ്പോഴത്തെ പറഞ്ഞ A1 A+ അതിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അഡ്മിഷന് ഈസി ആയിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് അഡ്മിഷൻ കിട്ടാനും ഒക്കെ പറ്റുള്ളൂ, അല്ലേ? അപ്പൊ നമ്മളിത് ഈ മത്സരം ഇല്ലേന്ന് ചോദിച്ചാൽ നമ്മുടെ സഹപാഠികളെ എല്ലാം നമ്മൾ തോൽപ്പിക്കണം. നമ്മൾ അത്രയും പഠിച്ച് മുന്നേറി വരണം. അവിടെ മുന്നേറി വരികയൊക്കെയാണ് നമ്മളിലുള്ള ഇപ്പോഴത്തെ കർത്തവ്യം. അവിടെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഇതിലൊക്കെ നമുക്ക് ഒരുപാട് സംശയങ്ങൾ തോന്നും, നമുക്ക് ഒരുപാട് നിരാശകളുണ്ടാകും. എനിക്കിഷ്ടമില്ലാഞ്ഞിട്ട് കൂടി ഞാൻ എന്തിന് ഇതൊക്കെ പഠിക്കുന്നു, ഇല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്, എന്തിനാണ് ഇതൊക്കെ അങ്ങ് ഉപേക്ഷിച്ചേക്കാതെ ഇതിലൊക്കെ നല്ലത്, ഇതൊക്കെ പഠിക്കാതിരിക്കുക അതാ നല്ലതെന്നും പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ആ നിരാശയിൽ നിന്ന് നമ്മൾ ഇതിൽ നിന്നൊക്കെ പിന്തിരിയാൻ പറ്റും. ഇവിടെ അർജുനൻ ചെയ്യുന്ന എന്താണ്? ഇങ്ങനെ ഒരു നിർണായക ഘട്ടത്തിൽ ഭഗവാനിലേക്ക് അഭയം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കുണ്ട് നമ്മുടെ ഉള്ളിലുള്ള ഒരു ചൈതന്യത്തിലേക്ക് നമുക്ക് നോക്കാം. നമുക്കവിടെ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടും. ഇല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ, നമ്മളെക്കാൾ അറിവുള്ളവർ, അവരോട് ചോദിക്കാം സംശയങ്ങൾ. നമ്മൾ എന്തായാലും ഇതൊക്കെ ഈ കടമ്പ കടന്നേ പറ്റൂ. പഠനകാലം നമ്മൾ എങ്ങനെയാണെങ്കിലും നമ്മൾ പരിശ്രമിച്ച് മുന്നേറിയാൽ മാത്രമേ നമ്മുടെ ഇഷ്ടത്തിലേക്ക്, നമ്മുടെ ഇഷ്ടമുള്ള ഒരു വിഷയം എടുത്ത് നമുക്ക് പഠിക്കാനോ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് മുന്നേറാനോ സാധിക്കുകയുള്ളൂ. ഈ ഇതുവരെയുള്ള 10ാം ക്ലാസ് വരെയുള്ള കാലഘട്ടം പല വിഷയങ്ങളും നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത് നമ്മുടെ അഭിരുചികളെ നമ്മൾ തന്നെ തിരിച്ചറിയാനും കൂടാണ്. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെ, നമുക്ക് ഏതാണ് താല്പര്യങ്ങള് എന്ന് നമ്മൾ തന്നെ തിരിച്ചറിയാനുള്ള ഒരു മാർഗം കൂടെയാണ് ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ടി വരുന്നത്. ഇതെല്ലാം നമ്മൾ പഠിച്ച് മുന്നേറിയെങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു ഘട്ടം നമുക്ക് താണ്ടി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, നമ്മുടെ ലക്ഷ്യത്തിലേക്ക്. അതിനൊക്കെ നമ്മൾ അവിടെ നിരാശപ്പെട്ട് പിന്മാറുകയല്ല. അങ്ങനെ നിരാശപ്പെട്ട് പിന്മാറാതെ ആ ഒരു മുന്നേറ്റത്തിനായിട്ട് ഭഗവാൻ ഇനി ഓരോ കാര്യങ്ങളും അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ നിരാശയോടുകൂടി നമുക്ക് എവിടെയും പിന്തിരിയാം. ഒരു നിമിഷം വേണത് കുട്ടികൾക്കൊക്കെ ഈ നിരാശകൾ കൂടുമ്പോഴാണ് അവർ ആരോടും പങ്കുവയ്ക്കാതെ ഈ നിരാശകൾ കൂടി വരുമ്പോഴാണ് ഒന്നുകിൽ അവർ മാനസികമായിട്ട് തന്നെ തളർന്നു പോകും, ഇല്ലെങ്കിൽ അവർ സൂയിസൈഡ് ചെയ്യുന്നു. നമുക്കൊക്കെ കേൾക്കാം ഇപ്പൊ ഓരോന്ന്. വെറുതെ നിസ്സാര കാര്യമാണ്. പരീക്ഷയ്ക്ക് മാർക്ക് ഇച്ചിരി കുറഞ്ഞു, ഇല്ലെങ്കിൽ ഒന്ന് തോറ്റുപോയി, ആ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് അവരങ്ങ് വളരെ ഡിപ്രസ്ഡ് ആയി തീരുന്ന ഈ അവസ്ഥയിൽ ഈ ശ്ലോകങ്ങൾക്കൊക്കെ എത്ര പ്രാധാന്യമുണ്ട്. ഗീതയൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾ മുതൽ പഠിച്ചു വരണം എന്ന് പറയുന്നതിന്റെ ആവശ്യകത ഇവിടെയാണ്. നമുക്കൊക്കെ ഏതൊരു വ്യക്തിക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നിരാശയുടെ ആവശ്യമില്ല. വലിയ വില്ലാളി വീരനായ അർജുനന് പോലും തോന്നിയതാണ്, എന്ത് ചെയ്യും, എന്താണ് ഞാൻ ഈ അവസരത്തിൽ ചെയ്യേണ്ടത്? ഒരു വലിയ നിരാശ, അല്ലെങ്കിൽ ഒരു വലിയ വിഷാദം അർജുനനെ വരെ വന്നു മൂടി. രാത്രിയിൽ ഇരുട്ടത്ത് വരെ ലക്ഷ്യത്തിൽ ഒരു ഇഞ്ച് വ്യത്യാസം വരാതെ ലക്ഷ്യം ഭേദിക്കാൻ കഴിയുന്ന, അമ്പെയ്യാൻ കഴിയുന്ന അത്രയും പ്രാക്ടീസ് നേടി വിജയിച്ചവനാണ്. അതുകൊണ്ടാണ് വിജയൻ എന്നുള്ള പേര് വന്നത്. അങ്ങനെയുള്ള ആ അർജുനന് പോലും ഒരു ആവശ്യഘട്ടത്തിൽ ഇതുപോലൊരു വലിയ നിരാശയിലോ വലിയ വിഷമത്തിലേക്കോ പ്രതിസന്ധിയിലേക്ക്, എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലേക്ക് പോകേണ്ടി വന്നു. അപ്പൊ നമ്മൾ നിസ്സാരക്കാരായ നമ്മളുടെ കാര്യം ഓർക്കണം. അപ്പൊ അതിനെയൊക്കെ നേരിടുന്നത് എങ്ങനെയാണെന്നാണ് ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്. ഒക്കെ നമുക്കൊന്നുകൂടെ ശ്ലോകം ചൊല്ലാം. അതോ ബധമഹത്പാപം കർത്തും വ്യവസിതാ വയം യദ്രാജ്യസുഖലോഭേന ഹന്തും സ്വജനമുദ്യതാഃ. നമുക്ക് അടുത്ത ശ്ലോകങ്ങൾ, അടുത്ത 2 ശ്ലോകങ്ങളൂടെ ഉള്ളൂ. അത് രണ്ടും കൂടെ നമുക്ക് ഇന്ന് തന്നെയാണ് തീർക്കാവുന്നതാണ്.
യതി മാമപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയഃ യതി മാമപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയഃ അശസ്ത്രം ശസ്ത്രപാണയഃ ധാർത്തരാഷ്ട്രാരണേ ഹന്യുഃ തന്മേ ക്ഷേമതരം ഭവേത് യതി മാമപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയഃ ധാർത്തരാഷ്ട്രാരണേ ഹന്യുഃ തന്മേ ക്ഷേമതരം ഭവേത്. മാം യതി മാം എങ്ങനെ എപ്രകാരമാണോ മാം എന്നെ അപ്രതീകാരം എന്നെ എതിർക്കാത്തവരുമായ അശസ്ത്രം നിരായുധനുമായ ആയുധമില്ലാത്തവനും അശസ്ത്രം ശസ്ത്രമില്ലാത്തവനും ആയുധമില്ലാത്തവനുമായ ശസ്ത്രപാണയഃ ആയുധധാരികളായ ആയുധമില്ലാത്ത എന്നെ ആയുധധാരികളായ ധൃതരാഷ്ട്രപുത്രന്മാർ രണേ ഈ യുദ്ധത്തിൽ യതി ഹനിക്കുമെങ്കിൽ ആദ്യത്തെ ആ യതി ഇവിടെയാണ് ചേർത്തിരിക്കുന്നത്. യതി ഹന്യൂഹു തന്മേ തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് ക്ഷേമതരം അധികം ക്ഷേമമായി ഇല്ലെങ്കിൽ അതെനിക്ക് വളരെ സന്തോഷമായി ഇല്ലെങ്കിൽ അതെനിക്ക് വളരെ ഉപകാരമായി ഭവിക്കും. എന്നിട്ട് നമുക്ക് നോക്കാം. യതി മാമപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയഃ ധാർത്തരാഷ്ട്രാരണേ ഹന്യുഃ തന്മേ ക്ഷേമതരം ഭവേത്. പ്രതികാരം ചെയ്യാത്തവനും നിരായുധനുമായ എന്നെ ആയുധധാരികളായ ധൃതരാഷ്ട്രപുത്രന്മാർ യുദ്ധത്തിൽ ഹനിക്കുമെങ്കിൽ അതെനിക്ക് കൂടുതൽ ക്ഷേമകരമായി ഭവിക്കും. അർജുനൻ എല്ലാം താഴ്ത്തു വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ യുദ്ധം ചെയ്യുന്നില്ല കൃഷ്ണ, ഇതൊക്കെയാണോ യുദ്ധം ചെയ്താൽ ഉണ്ടാകാൻ പോകുന്നത്? ഒരു വംശം മാത്രമല്ല, എത്രയോ തലമുറകൾ പോലും നശിച്ചു പോവുകയാണ് ഈ യുദ്ധത്തിൽ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ബുദ്ധിയും ഇല്ലാത്തവർ ഇങ്ങനെ യുദ്ധം ചെയ്യാൻ നിൽക്കുന്നു, ഞങ്ങൾ കുറച്ച് ബുദ്ധിയുള്ളവരല്ലേ, അവരങ്ങ് പിന്മാറിയാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇത്രയും വലിയ ഘോരമായ മഹാഭാവം ചെയ്യാനാണല്ലോ ഒരുങ്ങി വന്നിരിക്കുന്നത്. അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആയുധമൊക്കെ താഴെ വെച്ചിട്ടാണ് കൃഷ്ണനോട് ഓരോ സംശയങ്ങളൊക്കെ ചോദിക്കുന്നത്. ഇനി ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് തീരുമാനം എടുത്തേക്കാണ്. അങ്ങനെയുള്ള അർജുനൻ പറയുകയാണ്, എനിക്കിനിയിപ്പോൾ പ്രതികാരമൊന്നുമില്ല. നമുക്കറിയാം അർജുനൻ വളരെ പ്രതികാരത്തോടു കൂടിയാണ് യുദ്ധം ചെയ്യാൻ വന്നത്. ദ്രൗപദിയെ രാജ്യസഭയിലേക്ക് ഈ കൗരവരെല്ലാവരും വലിച്ചെടുച്ചുകൊണ്ട് വന്ന് വസ്ത്രാക്ഷേപം ചെയ്ത് കളിയാക്കിയ സമയത്തൊക്കെ ഭീമനും അർജുനനും ഒക്കെ അവരും അന്ന് തന്നെ ശപഥം ചെയ്തു, യുദ്ധം നടക്കും, യുദ്ധത്തിൽ ഓരോരുത്തരെ വലിച്ചു കീറി കൊല്ലുമെന്നൊക്കെ. ഭീമൻ ദുശാസനനെ കൊന്ന് അവന്റെ മാറിടത്തിൽ നിന്ന് രക്തം എടുത്തുകൊണ്ട് ദ്രൗപദിയുടെ മുടി കഴുകും, എന്നിട്ട് ദ്രൗപദി മുടി വെട്ടു എന്നൊക്കെയുള്ള ഉഗ്രമായ ശപഥങ്ങൾ ചെയ്തു. ദുര്യോധനന്റെ തുടയിൽ അടിച്ച് നീ എന്റെ തുടയിലേക്ക് ദ്രൗപദി കയറി ഇരിക്കുക, എന്റെ മടിയിൽ ഇരിക്കുന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ആ തുടയിൽ അടിച്ച് ഞാൻ കൊല്ലും എന്ന് ഭീമൻ പ്രതിജ്ഞ ചെയ്തു. അർജുനൻ കർണൻ ഇങ്ങനെ ദ്രൗപദിയെ അനാവശ്യമായ വേശ്യ എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കർണനെ യുദ്ധത്തിൽ അർജുനൻ വധിക്കുമെന്ന് ശപഥം ചെയ്തു. അങ്ങനെ ഒരുപാട് പേരെ കൊല്ലുമെന്ന് ഒക്കെ ശപഥം ചെയ്ത് പ്രതികാരത്തോടൊക്കെയാണ് വന്നത്. ഇപ്പം അർജുനൻ പറയുന്നത് തന്നെയാണ്, പ്രതികാരമൊന്നും ഇല്ലാത്തവനും പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കാത്തവനും ആയുധം ഞാൻ എടുക്കാൻ പോകുന്നില്ല, ഞാൻ യുദ്ധം ചെയ്യാൻ പോകുന്നില്ല, ആയുധമില്ലാത്തവനുമായ എന്നെ ഈ ആയുധമെല്ലാം ധരിച്ചു നിൽക്കുന്ന ധൃതരാഷ്ട്രന്മാർ കൊല്ലുമെങ്കിൽ അതെനിക്ക് സന്തോഷം തന്നെയാകും, എനിക്കത് വലിയ ക്ഷേമമായിട്ട് ഭവിക്കും എന്ന് പറഞ്ഞ് അർജുനന് എല്ലാം ഇനി യുദ്ധം ചെയ്യുന്നില്ല എന്നുള്ള വലിയ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് നമ്മൾ ചിലപ്പം എടുക്കുന്ന ഇതുപോലെ ഓരോ സന്നിഗ്ധ ഘട്ടത്തിൽ എടുക്കുന്ന തീരുമാനം എന്തായിരിക്കും? കർമ്മത്തിൽ നമ്മൾ ഒഴിഞ്ഞു മാറിയേക്കാൻ, നമ്മളങ്ങ് ചെയ്യാതിരിക്കും. ഇപ്പം ഒരു കോമ്പറ്റീഷൻ നടക്കുകയാണ്, യൂത്ത് ഫെസ്റ്റിവൽ, നമ്മൾ മത്സരത്തിന് എല്ലാവരും പോയി ഓരോരുത്തരായിട്ട് ഭംഗിയായിട്ട് പാടുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയും പേരുടെ മുന്നിലാണല്ലോ ഞാനും ചെയ്യേണ്ടത്. അർജുനൻ അങ്ങനെയൊന്നും ഓർത്തല്ല, പക്ഷെ നമ്മൾ ഓർക്കും, ഇവരൊക്കെ എന്നെക്കാളും നന്നായിട്ട് കൊല്ലുന്നവരാ, ഇങ്ങനെ ഇവരോടൊക്കെ മത്സരിക്കാൻ നിൽക്കുന്നത്. അത് നമ്മുടെ മനസ്സിനൊരു ഒരു തോന്നലുണ്ടാവും, ഞാൻ ജയിക്കത്തില്ല, ഞാൻ വെറുതെ എന്തിനാ ഇവരോട് മത്സരിക്കാൻ പോകുന്നത്, ഇല്ലെങ്കിൽ ഞാൻ ജയിച്ചാലും
പാവമുണ്ട് ആ പിള്ളേർ, അവരത്രയും കഷ്ടപ്പെട്ടതല്ലേ, അവരെ അങ്ങ് ജയിപ്പിച്ചേക്കാം, ഞാൻ ഇനി പാടിയിട്ട് അവരാരും തോക്കണ്ട എന്നൊക്കെ വേണേൽ തീരുമാനമെടുത്ത് നമ്മൾ ആ സമയമാകുമ്പോൾ പിന്തിരിയാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അതുപോലെ എനിക്ക് പ്രതികാരമൊന്നുമില്ല, എനിക്ക് ആരോടും മത്സരിക്കേണ്ട, എനിക്ക് ആരും തോൽപ്പിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് പിന്തിരിയാനായിട്ട് നമ്മുടെ മനസ്സിൽ ചില തോന്നലുകളൊക്കെ അങ്ങനെ ഉണ്ടാകും. അതുപോലെയൊക്കെയാണ് അർജുനന്. അതൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന പോലെ വിചാരിച്ചായിരിക്കും നമ്മുടെ മനസ്സ് നമ്മളെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കും. ഓ ഞാൻ മത്സരിക്കാതിരുന്നാൽ അവർക്കൊക്കെ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, ആർക്കെങ്കിലും കിട്ടട്ടെ, അവർ ജയിക്കുവാണെങ്കിൽ ജയിക്കട്ടെ, ഇല്ല നമ്മുടെ കൂട്ടുകാരി മത്സരിക്കുന്നു അവൾ ജയിച്ചോട്ടെ, ഞാൻ പിന്മാറിയാണെങ്കിൽ അവൾ ജയിച്ചോളുമല്ലോ എന്നൊക്കെ ഉള്ള ഒരു 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 വലിയ ത്യാഗമൊക്കെ പോലെ ആയിരിക്കും നമ്മൾ ഇത് നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ അതൊന്നും ആയിരിക്കുകയില്ല. അങ്ങനെയുള്ള ഒരു ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ നമുക്കൊക്കെ തോന്നാവുന്നതാണ് ഇങ്ങനെയുള്ള തോന്നലുകൾ, അതുപോലുള്ള തോന്നലുകൾ. പക്ഷെ അർജുനൻ പേടിച്ചിട്ടോ പാപം എന്ന് പറയുന്നത് ഞാൻ എന്തായാലും യുദ്ധം ചെയ്ത ഇവരെല്ലാം കൊല്ലും, അത്രയ്ക്ക് കഴിവുള്ളവനാണ്. നമ്മളെ പോലെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിട്ടാണ് അർജുനൻ ഇത് പറയുന്നത്. കൊല്ലും, അവരെയൊക്കെ കൊല്ലേണ്ടി വരും, കൊല്ലണം, ഞാൻ അതിന് കഴിവുള്ളവനുമാണ്, പക്ഷെ എനിക്കത് വയ്യ എന്ന് പറഞ്ഞാണ് ഇപ്പൊ ഈ അവസാന നിമിഷത്തിൽ അതെല്ലാം ആയുധമെല്ലാം കാത്തു വെച്ച് അവരെന്നെ കൊല്ലുവാണേലും കുഴപ്പമില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചിന്തിച്ചാൽ, നമ്മുടെ ഈ സിറ്റുവേഷനിൽ നിന്ന് ചിന്തിച്ചാൽ നമ്മളും ഒക്കെ ഇതേ അവസ്ഥകളിലൂടെ പലവട്ടം കടന്നു പോകും. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് നമ്മളെ ഓരോരോ ഇതുപോലുള്ള എക്സ്ക്യൂസുകളിലൂടെ കടത്തിവിട്ട് ചിന്തിച്ച് നമ്മളെ നിരാശപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അല്ലേ. ഇതൊക്കെ പഠിച്ചിട്ട് എന്നാ കാര്യം, നമ്മുടെ ബുദ്ധി നശിച്ചു പോകത്തേ ഉള്ളൂ. പണ്ട് വല്ല ബ്രിട്ടീഷുകാരും ഒക്കെ വന്നിവിടെ ചെയ്തൊക്കെ ഹിസ്റ്ററിയാന്ന് പറഞ്ഞ് നമ്മൾ എന്തിനാ പഠിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല എക്സ്ക്യൂസുകളും കണ്ടെത്തും. ഇതൊന്നും പഠിക്കേണ്ട, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ഇതൊന്നും ജീവിതത്തിൽ ഉപകാരപ്പെടുത്തില്ല. മാത്സിന്റെ A+B² ഫോർമുല ഒക്കെ പഠിച്ചിട്ട് ഞാൻ ഇന്ന് എനിക്ക് എന്ത് കാര്യമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ തന്നെ ചോദിച്ചിട്ട് ഇന്ന് ഇതൊന്നും പഠിക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്താൻ ശ്രമിക്കും അല്ലേ. പക്ഷെ ഇതൊക്കെ നമുക്ക് ആവശ്യം എന്താണ്, നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ കർമ്മം എന്താണ്, നമ്മളിലേക്ക് നിക്ഷിപ്തമായിരിക്കും. ഇതൊക്കെ പഠിച്ചാലേ നമുക്ക് അടുത്ത പടിയിലേക്ക് കടക്കാൻ പറ്റൂ. അപ്പൊ അതിനെയൊക്കെ അറിഞ്ഞ് പഠിച്ചു മുന്നോട്ട് പോകുക, ആ മാനസികാവസ്ഥ നമ്മൾ രൂപപ്പെടുത്തി എടുക്കുക. അതിനാണ് നമ്മുടെ കർമ്മത്തിൽ നമ്മൾ ഓരോ ചുവട് വെച്ച് പോകുമ്പോഴും നമുക്ക് ഇതുപോലുള്ള ഓരോരോ പ്രതിസന്ധികളെ നമ്മുടെ മനസ്സിനെ തരണം ചെയ്യേണ്ടി വരും. അതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്യാമെന്നാണ് ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടെ ചൊല്ലാം, അത് കഴിഞ്ഞ് അടുത്ത ഒരു ശ്ലോകത്തോടു കൂടി നമ്മൾ ഈ അർജുന വിഷാദ യോഗം എന്ന ആ അധ്യായം, അത് ഞാൻ ആദ്യമേ പറഞ്ഞു, വിഷാദം അർജുനൻ, നമുക്കൊക്കെ ഓരോ സിറ്റുവേഷനിലും വിഷാദം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓരോരോ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുമ്പോഴും ഇതുപോലെ വിഷാദത്തിലൂടെ നമുക്കും കടന്നു പോകേണ്ടി വരും. പക്ഷെ അതൊക്കെ ഒരു രോഗമായി മാറും നമുക്കൊക്കെ. എന്തുകൊണ്ട്? നല്ല നല്ല വഴിയിലൂടെ അതിനെ തിരിച്ചുവിടാതിരിക്കുമ്പം, അതിന് നമ്മൾ വേറെ മാർഗങ്ങൾ കണ്ടെത്തുമ്പം, നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കാനില്ലെങ്കിൽ സങ്കടത്തിൽ പോകുമ്പോൾ ആ സങ്കടം കൂടി വരുമ്പോൾ അതൊരു രോഗമായി മാറാനുള്ള ചാൻസാണ്. പക്ഷെ ഇവിടെ അർജുനൻ അത് രോഗമാവാതെ അത് യോഗമായി, അർജുനൻ അത് ആ വിഷാദം മൊത്തം ഉള്ളിലുള്ളത് തുറന്നു പറഞ്ഞ് കൃഷ്ണനിൽ സമർപ്പിച്ചു. അത് നമുക്ക് എന്താ പ്രശ്നം, അത് നമ്മൾ ആവശ്യമുള്ള, നമുക്ക് ഏറ്റവും വിശ്വസിക്കുകയാണ്, നമ്മളെ നേർവഴിയിലേക്ക് നയിക്കുമെന്ന് ഉറപ്പുള്ള ഒരാളോട്, അത് മാതാപിതാക്കളോടായാലും ഗുരുക്കന്മാരോടായാലും, കൂടുതലും മാതാപിതാക്കളായിരിക്കുമല്ലോ നമ്മളുടെ സന്തോഷം ഏറ്റവും കൂടുതൽ ഉയർച്ചയും ആഗ്രഹിക്കുന്നവർ. അപ്പൊ അവരോട് നമ്മൾ തുറന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ എല്ലാ വിഷാദങ്ങളും രോഗമെന്നുള്ള അവസ്ഥയിൽ നിന്ന് അതൊരു യോഗമെന്നുള്ള അവസ്ഥയിലേക്ക് വരും. നമ്മളൊന്നും സങ്കടപ്പെടുന്ന കാര്യമില്ല. അയ്യോ ഇതിനോടൊക്കെ മറ്റുള്ളവർക്കൊന്നും ഈ പ്രശ്നമൊന്നുമില്ല, എനിക്ക് മാത്രമേ ഉള്ളല്ലോ ഇങ്ങനെ പ്രശ്നം, എനിക്ക് മാത്രമേ ഉള്ളല്ലോ പ്രശ്നം എന്ന് സങ്കടപ്പെടണ്ട. എല്ലാവരും ഒന്നല്ലെങ്കിൽ വേറൊരു പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. അതിനെയൊക്കെ അതിജീവിക്കലാണ് നമ്മുടെ വിജയം. ഇതിനെല്ലാം അതിജീവിക്കുമ്പോഴാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ബാലഗോകുലത്തിലൂടെയൊക്കെ ഗീത പഠിച്ചു പോകുന്നവർ ഒരിക്കലും വിഷാദത്തിന്റെ കഴുത്തിലേക്ക് വീണ് നമ്മുടെ ജീവിതം വ്യർത്ഥമാക്കരുത്. നമുക്കതിനൊക്കെ ആളുണ്ട്, നമ്മൾ അതിനെയൊക്കെ നേർവഴിക്ക് നയിക്കാനായിട്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ. ഇപ്പൊ മാതാപിതാക്കൾക്ക് അത്രയും പറഞ്ഞു തരാൻ വയ്യെങ്കിലും അവരതിന് യോഗ്യരായവരെ കണ്ടെത്തി നിങ്ങൾക്ക് തരും. പരിഹരിക്കാൻ വയ്യാത്ത ഒരു പ്രശ്നങ്ങളും ഇല്ല. അതൊന്നും നമ്മൾ മനസ്സിലിട്ട് നീട്ടി അത് രോഗമായി മാറ്റാതിരിക്കുക. അതിനെയെല്ലാം നമ്മൾ യോഗമാക്കി മാറ്റാം. അതാണ് ഈ അധ്യായത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഈ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി അടുത്ത ശ്ലോകം കൂടെ എടുക്കാം. യതി മാമപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയക ധാർത്തരാഷ്ട്രാരണേ ഹന്യൂഃ തന്മേ ക്ഷേമതരം ഭവേത്. സഞ്ജയ ഉവാച, സഞ്ജയൻ പറയുകയാണ്, ഏവമുക്ത്വാർജുന സംഖ്യേ രഥോപസ്ഥ ഉപാവിശത്. ഏവമുക്ത്വാർജുന സംഖ്യേ രഥോപസ്ഥ ഉപാവിശത്. വിസൃജ്യ സശരം ചാപം
വിസൃജ്യ സശരം ചാപം ശോകസംവിഘ്നമാനസഃ ശോകസംവിഘ്നമാനസഃ. സഞ്ജയ് ഉവാച. അവസാനം സഞ്ജയൻ പറയാണ്, ഏവമുക്വാർജുന സംഖ്യേ യഥോപസ്ഥ ഉപാവിശത് വിസൃജ്യ സശരം ചാപം ശോകസംവിഘ്നമാനസഃ. ഏവം ഇപ്രകാരം ഉക്ത്വ പറഞ്ഞിട്ട് അർജുനൻ സംഖ്യേ യുദ്ധക്കളത്തിൽ രഥോപസ്ഥ തേർത്തട്ടിൽ തേരിന്റെ തട്ടിൽ ഉപാവിശത് ഇരുന്നു. വിസൃജ്യ ഉപേക്ഷിച്ചിട്ട്, വിസൃജ്യ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചിട്ട്, സശരം അമ്പോട് കൂടിയ ചാപം വില്ല്, ശോക സംവിഘ്നമാനസഃ ദുഃഖാകുല ചിത്തനായിട്ട്, ഭയങ്കര ദുഃഖത്തോടു കൂടിയ മനസ്സിൽ. അതെങ്ങനെയുള്ളതാണ്? വില്ല് കുലച്ച അർജുനനാണ്, കുലച്ച അമ്പോട് കൂടിയതാണ്. ആ അമ്പോട് കൂടിയ വില്ല് ഉപേക്ഷിക്കുകയാണ്. ആ വില്ല് ഉപേക്ഷിച്ചിട്ടാണ് അർജുനൻ ഇപ്രകാരമൊക്കെ പറഞ്ഞിട്ട് തേർത്തട്ടിലേക്ക് ഇരുന്നു. അതാണ് സഞ്ജയൻ ആരോട് പറഞ്ഞു കേൾപ്പിക്കാണിത്? ആദ്യം തുടങ്ങിയത് ആരുവാച എന്ന് പറഞ്ഞാൽ ധൃതരാഷ്ട്ര ഉവാച. ധൃതരാഷ്ട്രോട് സഞ്ജയൻ ലാസ്റ്റ് ഇത് പറഞ്ഞു കൊടുക്കണം. ആദ്യം ധൃതരാഷ്ട്ര സഞ്ജയനോട് ചോദിക്കുന്നു, ഇപ്പൊ സഞ്ജയൻ അവസാനം ധൃതരാഷ്ട്രോട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്താന്ന് ചോദിക്കാം. സഞ്ജയൻ പറഞ്ഞു, അർജുനൻ ഇപ്രകാരം പറഞ്ഞിട്ട് വ്യസനത്താൽ നിമിത്തം കലങ്ങിയിരിക്കുന്ന മനസ്സോട് കൂടിയവനായിട്ട് അമ്പോട് കൂടിയ വില്ല് ഉപേക്ഷിച്ച് തേരിനുള്ളിൽ ഇരുന്നു. എന്നോട് ചൊല്ല. സഞ്ജയ ഉവാച ഏവമുക്ത്വാർജുന സംഖ്യേ രഥോപസ്ഥ ഉപാവിശത് വിസൃജ്യ സശരം ചാപം ശോകസംവിഘ്നമാനസഃ. ഇതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ അർജുന വിഷാദയോഗോ നാമ പ്രഥമോധ്യായഃ സമാപ്തഃ. ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അർജുനൻ ആ കുലച്ച വില്ല് താഴെ വെച്ച് അത് ഉപേക്ഷിച്ചിട്ട് ദുഃഖാകുല ചിത്തനായിട്ട് മനസ്സ് തളർന്ന് യുദ്ധക്കളത്തിൽ ആ തേർത്തട്ടിൽ ഇരുന്നു. നോക്ക്, അർജുനൻ വില്ലാളി വീരനാണ്. ഇവരെ എല്ലാം ഒറ്റയ്ക്ക് കൊല്ലുമെന്ന് പ്രതിജ്ഞ ചെയ്ത് വന്നവനാണ്. പക്ഷെ അർജുനൻ ഇതെല്ലാം ചിന്തിച്ച് ഈ വലിയ ഒരു യുദ്ധം നടന്നാൽ ഉണ്ടാകുന്ന നാശത്തെക്കുറിച്ചും ഒക്കെ വളരെയധികം ചിന്തിച്ചു. നമ്മൾ കണ്ടു, ഓരോന്നും വിശദമായിട്ട് കണ്ടു. ചിന്തിച്ചു മനസ്സ് ഭയങ്കരമായിട്ട് ദുഃഖത്തിൽ അങ്ങ് ആയി ദുഃഖാകുല ചിത്തനായിട്ട് അദ്ദേഹം ആ വില്ലൊക്കെ ഉപേക്ഷിച്ച് ആദ്യമേ പറഞ്ഞു, എന്റെ കയ്യിൽ നിന്ന് ഗാന്ധീകം ഊർന്നു പോകുന്നു, എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് അവിടെ തേർത്തട്ടിൽ അങ്ങ് ഇരിക്കുകയാണ്. നോക്ക്, നമ്മളും മനസ്സ് തളർന്നു പോയാൽ, നമുക്ക് എത്ര ആരോഗ്യമുണ്ടെങ്കിലും മനസ്സ് തളർന്നു പോയാൽ നമ്മൾ ശാരീരികമായിട്ട് നമ്മൾ പിന്നെ ഒന്നിനും കൊള്ളാത്തവരായിട്ട് അവിടെ ഇരിക്കും. അതുകൊണ്ട് നമ്മൾക്ക് ആദ്യം ഇതിനകത്തൂടെ നമ്മൾ മനസ്സിലാകുന്ന എന്താണ്? എത്ര വലിയ വില്ലാളി വീരനായിട്ടും മനസ്സ് ദുഃഖം കൊണ്ട് തകർന്നു പോയി ദുഃഖാകുല ചിത്തനായി തീർന്ന അർജുനൻ ആ തേർത്തട്ടിലെല്ലാം ഉപേക്ഷിച്ചിരിക്കുകയാണ്. നമ്മളുമൊക്കെ ഇന്ന് പഠിക്കാനിരുന്നു, ഒരുപാട് വിഷാദം, ഒരുപാട് ചിന്തകളും, ഞാൻ എങ്ങനെ ഇത് തീർക്കും എന്നൊക്കെയുള്ള മനസ്സ് ഒത്തിരി ചഞ്ചലപ്പെട്ട് നമ്മൾ ഇരുന്നാൽ നമുക്കൊന്നും തീർക്കാൻ പറ്റില്ല. നമ്മൾ മനസ്സ് ഡെസ്പായിട്ട് നമ്മൾ പഠിക്കാനൊക്കെ ഇരുന്നാൽ ഇത് മാത്രമല്ല, വേറെ ഏത് കാര്യങ്ങൾ കൊണ്ടും മനസ്സ് ഞാൻ ജയിക്കുമോ, ഇല്ലെങ്കിൽ എനിക്കിത് തീർക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ദുഃഖങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ മനസ്സങ്ങ് വിഷമിച്ച് ഇല്ല എനിക്ക് പറ്റില്ലായിരിക്കും എന്നൊക്കെയുള്ള നിരാശയോട് മനസ്സ് വിഷമിച്ച് നമ്മൾ ഒരു കർമ്മം ചെയ്യാനിരുന്നാൽ അത് പൂർത്തീകരിക്കാൻ നമ്മുടെ ശരീരത്തിന് അതിനുള്ള എനർജി നഷ്ടപ്പെടും. എനർജി ഉണ്ടാകത്തില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ ബലം കൊടുക്കേണ്ടത് നമ്മുടെ മനസ്സിനാണ്. മനസ്സൊരിക്കലും തളരല്ലേ. എനിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ലോകത്തിലില്ല, ഒന്നുമില്ല. ചെറിയ പ്രാണിക്ക് വലിയ കാര്യങ്ങൾ വല്ല ചെയ്യാൻ പറ്റും. എങ്ങനെ? അതിന്റെ ആ വിൽ പവറാണ്. നമുക്കറിയാം, ബൾബ് കണ്ടുപിടിച്ചത്, ഓരോ കണ്ടുപിടുത്തങ്ങളും നടത്തിയിട്ടുള്ളത് എഡിസൺ ആയാലും വലിയ ബുദ്ധിമാനോ പഠിത്തത്തിൽ ഏറ്റവും മികച്ചവനോ ഒന്നും ആയിരുന്ന വ്യക്തികളല്ല ഇവരാരും. അവരുടെ നിരന്തരമായ അഭ്യാസം, എനിക്ക് പറ്റുമെന്നുള്ള ആ ഒരു തോന്നലിൽ നിന്നാണ് അവരിതെല്ലാം കണ്ടുപിടുത്തം. ഏത് കണ്ടുപിടുത്തം നടത്തിയവരോട് ചോദിച്ചാൽ അറിയാം. അവർ മനസ്സിനെ ഏകാഗ്രമാക്കി, മനസ്സിനെ എല്ലാ നിരാശകളിൽ നിന്നും ഉയർത്തി, അങ്ങനെയാണ് അവർക്ക് ആ എനർജി കിട്ടി അവർ ആ ഓരോന്നും നേടിയെടുക്കുന്നത്. അവർക്ക് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. എല്ലാ പൂർണ്ണതയോടും കൂടിയാണ് മനുഷ്യനെന്ന സൃഷ്ടി ഈശ്വരൻ നടത്തിയിരിക്കുന്നത്. ആ ഭഗവാന്റെ തന്നെ സ്വരൂപമായിട്ടാണ്
നമ്മുടെ സൃഷ്ടി. അതാണ് മനുഷ്യ ജന്മം ദുർലഭം. അത് വലിയ മഹത്തായ ജന്മമാണ്. ആ ജന്മത്തിലൂടെയാണ് നമുക്ക് എല്ലാം നേടാൻ പറ്റുന്നത്, ഈവൻ മോക്ഷം പോലും. അതുകൊണ്ടാണ് ശങ്കരാചാര്യരൊക്കെ പറഞ്ഞത് ഈ ജന്മം, മനുഷ്യ ജന്മം അത് നമ്മുടെ കയ്യിലേക്ക് വന്നിരിക്കുന്ന ആ ജന്മത്തെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നനുസരിച്ചിരിക്കും. അതുകൊണ്ട് നമുക്ക് പറ്റാത്തതൊന്നുമില്ല. എല്ലാ പൂർണ്ണതയോടും കൂടിയാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. അതിനെ നമ്മൾ ഉപയോഗിക്കുക, നമ്മുടെ മനസ്സിനെ തളർത്താതെ. ഈ അങ്ങോട്ട് അർജുനൻ ആ ഒരു ഇൻസ്പിറേഷനൊക്കെ ഭഗവാൻ കൊടുക്കുന്ന പല പല ശ്ലോകങ്ങളും ഉണ്ട്. അതുകൊണ്ട് മനസ്സ് തളരാതെ മനസ്സിനെ ശക്തമാക്കി എനിക്ക് സാധിക്കും എന്ന് പറഞ്ഞ് മുന്നോട്ടും നീങ്ങാനാണ് നമ്മളെ ഗീത പഠിപ്പിക്കുന്നത് ഈ ഓരോ ശ്ലോകത്തിലൂടെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഇന്നിത്തിരി സമയക്കുറവുള്ളതുകൊണ്ട് നിർത്തുകയാണ്. നമസ്കാരം. മറ്റുള്ളവരൊക്കെ ചൊല്ലി പഠിക്കുക. ഓക്കെ.